ഒരു നിമിഷം സമയം നിർത്തിയെന്ന് കരുതൂ. ഈ ഭൂമിയിൽ ഇന്ന് നമ്മൾ കാണുന്ന ഒരു മരവും ഇല്ല, ഒരു പക്ഷിയും ഇല്ല, ഒരു ശബ്ദവും ഇല്ല. ശ്വാസം എടുക്കാൻ വായുവുണ്ട്, സമുദ്രങ്ങൾ ഉണ്ട്, പക്ഷേ ജീവൻ ഇല്ല. ഹൃദയം മിടിക്കുന്നില്ല, കണ്ണുകൾ തുറക്കുന്നില്ല, ചിന്തയില്ല, ഓർമ്മയില്ല. അപ്പോൾ ചോദ്യം ഇതാണ്: ഈ പൂർണ്ണമായ നിശബ്ദതയിൽ നിന്ന് ആദ്യമായി ജീവൻ എങ്ങനെ ജനിച്ചു? ഇതാണ് ജീവിതത്തിന്റെ ഏറ്റവും വലിയ രഹസ്യം. ഇതാണ് ദി ബെർത്ത് ഓഫ് ലൈഫ്. ഹായ്, ഞാൻ ആര്യ. ഗാനഡോറിന്റെ ശാസ്ത്രലോകത്തിലേക്ക് സ്വാഗതം. ഓരോ ചോദ്യത്തിനു പിന്നിലും ഒളിഞ്ഞിരിക്കുന്നു അനന്തമായ അത്ഭുതങ്ങൾ. എന്റെ അറിവിന്റെയും അത്ഭുതത്തിന്റെയും യാത്രയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഏകദേശം 3.8 ബില്യൺ വർഷങ്ങൾക്ക് മുൻപ് ഭൂമി ഇനി ഒരു നരകഗ്രഹമല്ല. അഗ്നിപർവ്വതങ്ങളുടെ അടക്കമില്ലാത്ത ചൂട് പതുക്കെ കുറഞ്ഞു. സമുദ്രങ്ങൾ തണുത്തു. അറ്റ്മോസ്ഫിയർ സ്ഥിരമായി. ആകാശം ഇനി പൂർണ്ണമായും വിഷവായുക്കൾ മാത്രമായിരുന്നില്ല. സൂര്യപ്രകാശം ജലത്തിലേക്ക് പതിച്ചു. ഭൂമി ഒരു പരീക്ഷണശാലയായി മാറി. എല്ലാം തയ്യാറായിരുന്നു, പക്ഷേ ഒരു ചെറിയ കാര്യം മാത്രം ബാക്കി: ജീവൻ. ജീവൻ വലിയ ജീവികളായിരുന്നില്ല. മനുഷ്യനല്ല, മൃഗമല്ല, മരമല്ല. ജീവൻ എന്നത് ചലനമാണ്, പ്രതികരണമാണ്, സ്വയം നിലനിൽക്കാനുള്ള ഒരു ശ്രമമാണ്. അദൃശ്യമായൊരു രൂപത്തിൽ ഒരു ചെറിയ രാസസംയോജനം. ശാസ്ത്രം പറയുന്നത് ജീവൻ എന്നത് സ്വയം പകർപ്പെടുക്കാൻ കഴിവുള്ള ഒരു രാസസംവിധാനമാണ്. അത് ചിന്തിക്കുന്നില്ല, അത് കാണുന്നില്ല, പക്ഷേ അത് നിലനിൽക്കാൻ ശ്രമിക്കുന്നു. ആദ്യകാല സമുദ്രങ്ങൾ ഇന്നത്തെ പോലെ നീലമായിരുന്നില്ല. അവ ഇരുണ്ടവയായിരുന്നു, ചൂടുള്ളവയായിരുന്നു, വിഷവസ്തുക്കൾ നിറഞ്ഞവയായിരുന്നു. വെള്ളത്തിനുള്ളിൽ അമിനോ ആസിഡുകൾ, മീഥേൻ, അമോണിയ, കാർബൺ സംയോജനങ്ങൾ, ഗ്യാസുകൾ. അഗ്നിപർവ്വത ചൂട്, UV കിരണങ്ങൾ, ഇവയെല്ലാം ചേർന്ന് രാസപ്രതികരണങ്ങൾ ഉണ്ടാക്കി. മിന്നലുകൾ ആകാശത്ത് പൊട്ടിയപ്പോൾ വൻ ഊർജം വെള്ളത്തിലേക്ക് പതിച്ചു. ഇതിനെ ശാസ്ത്രം വിളിക്കുന്നു പ്രൈമോർഡിയൽ സൂപ്പ്, ജീവന്റെ രാസ അടുക്കള. ഈ രാസസൂപ്പിൽ അമിനോ ആസിഡുകൾ ഒന്നിച്ചു ചേർന്നു. അവ പ്രോട്ടീനുകളായി. ചില ഘടനകൾ കൂടുതൽ സ്ഥിരമായി, ചിലത് തകർന്നു, പക്ഷേ ചിലത് തുടർന്നു. ഇത് അത്ഭുതമല്ല, ഇത് ഭൗതിക നിയമങ്ങളുടെ പ്രവർത്തനമാണ്. ഒരിക്കൽ ഒരു നിർണായക മാറ്റം സംഭവിച്ചു. ചില രാസഘടനകൾ പുറത്തെ ലോകത്തിൽ നിന്ന് സ്വയം വേർതിരിക്കാൻ തുടങ്ങി. ഒരു മെംബ്രെയിൻ, ഒരു അതിരുവരമ്പ്. അകത്ത് രാസപ്രവർത്തനം, പുറത്ത് അജ്ഞാത ലോകം. ഇതാണ് ആദ്യ സെൽ. ജീവനും നിർജീവവും വേർപിരിഞ്ഞ ആദ്യ നിമിഷം. ആദ്യ സെല്ലുകൾക്ക് DNA ഉണ്ടായിരുന്നില്ല. അവയ്ക്ക് RNA മാത്രമായിരുന്നു. RNA വിവരം സൂക്ഷിച്ചു, സ്വയം പകർപ്പെടുക്കുകയും ചെയ്തു. ഇതിനെ RNA വേൾഡ് ഹൈപ്പോതെസിസ് എന്ന് വിളിക്കുന്നു. ജീവൻ ഇപ്പോൾ പഠിക്കാൻ തുടങ്ങി. ഈ ജീവികൾ വളരെ ലളിതമായിരുന്നു. ബാക്ടീരിയ പോലുള്ള സിംഗിൾ സെൽ ജീവികൾ. അവയ്ക്ക് കണ്ണില്ല, ഹൃദയമില്ല, മസ്തിഷ്കമില്ല, ഒറ്റ സെൽ, ഒറ്റ ലക്ഷ്യം: ജീവിക്കുക. അവ സമുദ്രങ്ങളിൽ ലക്ഷക്കണക്കിന് വർഷങ്ങൾ നിശബ്ദമായി ജീവിച്ചു. അവയ്ക്ക് അറിയില്ലായിരുന്നു തങ്ങൾ ഭാവിയെ മാറ്റുമെന്ന്. പക്ഷേ ഒന്നുണ്ടായിരുന്നു: ജീവിക്കാൻ ഉള്ള ആഗ്രഹം. ജീവൻ കരയിൽ ആരംഭിച്ചില്ല, സമുദ്രങ്ങൾ ജീവനെ സംരക്ഷിച്ചു. സൂര്യന്റെ കഠിന കിരണങ്ങളിൽ നിന്ന്, ചൂടിൽ നിന്ന്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് സമുദ്രങ്ങൾ ജീവന്റെ ആദ്യ വീടാണ്. ഇതെല്ലാം വേഗത്തിൽ സംഭവിച്ചില്ല. ഒരു ദിവസം കൊണ്ടോ ഒരു വർഷം കൊണ്ടോ സംഭവിച്ചതല്ല. ബില്യൺ വർഷങ്ങൾ. തെറ്റുകളും വിജയങ്ങളും നാശവും തുടർച്ചയും. സമയം തന്നെയാണ് ജീവന്റെ ഏറ്റവും വലിയ കൂട്ടാളി, ഏറ്റവും വലിയ രഹസ്യം. ഒരു കാലത്ത് ജീവൻ അസാധ്യമായിരുന്ന ഈ ഭൂമി ഇന്ന് ജീവൻ നിറഞ്ഞ ഗ്രഹമായി. ഇത് ഒരു കഥയില്ല. ഇത് ശാസ്ത്രമാണ്, സമയമാണ്, ക്ഷമയാണ്. ഇതോടെ നമ്മുടെ ബെർത്ത് സീരീസ് ഇവിടെ അവസാനിക്കുന്നു. പക്ഷേ ഈ കഥ അവസാനിക്കുന്നില്ല, കാരണം ജനനം ഒരു അവസാനം അല്ല. അത് അറിവിന്റെ ആദ്യ ചുവടാണ്. അടുത്ത യാത്ര മറ്റൊരു അധ്യായം.
ജനിച്ചതിന് ശേഷം ജീവൻ എങ്ങനെ ജീവിക്കുന്നു എന്ന് നമ്മൾ കാണും. യാത്ര തുടരും. ഇത് ജീവന്റെ ജനനം. ഇതുപോലുള്ള അത്ഭുതങ്ങളാൽ നിറഞ്ഞ ശാസ്ത്രത്തിന്റെ രഹസ്യങ്ങൾ തുറന്നറിയാൻ ഞങ്ങളോടൊപ്പം ഈ യാത്ര തുടരൂ. നമ്മുടെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യൂ.